On the 4th day, we finally reached Rajasthan. The coming 2 days, നമ്മൾ ജയ്പൂരായിരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദിസ് സിറ്റി ഈസ് കോൾഡ് പിങ്ക് സിറ്റി ഫോർ എ റീസൺ. ആൻഡ് ദ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണും. ട്രെയിൻ ഇറങ്ങി വന്ന പാടെ റൂം എടുത്തു. യു ക്യാൻ either go for hostels or you can stay in the ധർമ്മശാലാസ്. രാജസ്ഥാനിൽ ഒട്ടുമിക്ക മെയിൻ ടൂറിസ്റ്റ് പ്ലേസിൽ യു ക്യാൻ സീ ദീസ് ധർമ്മശാലാസ്. എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ പൈസക്ക് തങ്ങാൻ പറ്റിയ പ്ലേസാണ്. 200 രൂപ മുതൽ നമുക്ക് സിംഗിൾ റൂംസ് കിട്ടും. അവിടെ നിന്ന് ഫ്രഷായി ഹവാമഹൽ കാണാറായി. മുംബൈയിലെ പോലെയല്ല. ഐ എം ഓൺ പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ആൾക്കാർ, പരിചയമില്ലാത്ത ഭാഷ. ഇപ്പോഴാണ് സോളോ ട്രാവലിൻ്റെ ഒരു മൂഡിലേക്ക് വന്നത്. ഇന്നത്തെ ഐറ്റിനറി സിമ്പിളാണ്. രണ്ട് പ്ലേസാണ് എനിക്ക് വിസിറ്റ് ചെയ്യാൻ മൈൻഡിലുള്ളത്. ഒന്ന് ഹവാമഹലും പിന്നെ ഒന്ന് സിറ്റി പാലസും. ഹവാമഹലിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. പറയാതിരിക്കാൻ വയ്യ, സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പിങ്ക് സാൻഡ് സ്റ്റോൺ കൊണ്ടാണ് ഈ ഒരു പാലസ് നിർമ്മിച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 5 അടി പൊക്കമുള്ളൊരു കെട്ടിടത്തിൻ്റെ വലിപ്പമുണ്ട് ഈ പറഞ്ഞ പാലസിന്. ആൻഡ് ദിസ് പാലസ് ഈസ് ഓൾസോ നോൺ ആസ് ദി പാലസ് ഓഫ് വിൻഡ്സ്. ഏകദേശം ഒരു 953 സ്മോൾ വിൻഡോസ് നമുക്കതിൽ കാണാം. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് ഈ ഒരു പാലസിൻ്റെ ആകൃതി വരുന്നത്. പിന്നെ കൃഷ്ണൻ്റെ കിരീടത്തിനോടും കുറച്ച് സാമ്യമുണ്ടെന്ന് പറയുന്നു. ഇതിൻ്റെ കുറച്ചുകൂടി ബെറ്റർ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തുള്ള ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു കഫേയിൽ കയറി. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒട്ടുമിക്ക പ്ലേസിലും കാണാനുള്ള ഹവാമഹലിൻ്റെ ഫോട്ടോസ് ഈ ഒരു കഫേയുടെ മേളിൽ നിന്നാണ് എടുക്കുന്നത്. കാരണം നമുക്ക് കറക്റ്റ് ഒരു പാരലൽ വ്യൂ നമുക്ക് ഈ കഫേയുടെ മേളിൽ നിന്ന് കിട്ടും. അങ്ങനെ ഞാനും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. പറയാതിരിക്കാൻ പോയാൽ നല്ല ടെമ്പറേച്ചറാണ്, നല്ല ചൂടാണ്. സോ ഐ ഓർഡർ ദിസ് ലസ്സി. അങ്ങനെ ലസ്സിയും കുടിച്ച് ഫോട്ടോ എടുത്തിരുന്നപ്പോഴാണ് അമേത്തിസ് ഗായ് മുഹമ്മദ്, പുള്ളി ഈജിപ്തുകാരനാണ്, ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ എത്തിയുള്ളൂ. അവിടെ നിന്ന് ഇറങ്ങി ലഞ്ചും കഴിച്ച് നമ്മൾ നേരെ സിറ്റി പാലസ് കാണാൻ പോയി. പോകുന്ന വഴിക്കാണ് ജന്തർ മന്ദർ, അവിടെ കൂടി വിസിറ്റ് ചെയ്യാമെന്ന് വെച്ചു. ജന്തർ മന്ദർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസ്ട്രോണോമിക്കൽ മെഷർമെൻറ്റ്സ് ഒക്കെ റീഡ് ചെയ്യാൻ വേണ്ടി 18ാം നൂറ്റാണ്ടിൽ മഹാരാജ ജയ്സിംഗ് രണ്ടാമൻ പണി കഴിപ്പിച്ചതാണ്. നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് എന്താ പറയുക, മൂണിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ സെലസ്റ്റിയൽ ബോഡീസിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആസ്ട്രോണോമിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് ഈ ഒരു മന്ദറിൻ്റെ അകത്തുള്ളത്. ലോകത്തിൽ തന്നെ വെൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഒരു ആസ്ട്രോണോമിക്കൽ സൈറ്റാണ് ഈ പറഞ്ഞ ജന്തർ മന്ദർ എന്ന് പറയുന്നത്. സിറ്റി പാലസ് കാണുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ളൊരു പാലസാണ്. ഈ പാലസിൻ്റെ അകത്ത് 4 സീസൺ ഗേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഗേറ്റ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ നോർമൽ രാജസ്ഥാനി ആർക്കിടെക്ചർ വെച്ച് 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗേറ്റ്സ്. അത് ഓരോ സീസണെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഇതാണ്. നമ്മളിപ്പോൾ ജയ്പൂർ എന്ന് പറഞ്ഞ യൂട്യൂബിലും അല്ലെങ്കിൽ ജയ്പൂർ എന്ന് പറഞ്ഞ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ മെയിൻലി ഫോറിനേഴ്സൊക്കെ വന്നിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ പറഞ്ഞ സീസൺ ഓഫ് ഗേറ്റ്സ് ആണ്. മെയിൻലി അവിടെ 4 ടൈപ്പ് ഓഫ് ഗേറ്റ് ആണുള്ളത്. പീകോക്ക് ഗേറ്റ്, ലോട്ടസ് ഗേറ്റ്, ഗ്രീൻ ഗേറ്റ് ആൻഡ് റോസ് ഗേറ്റ്. അതിൻ്റെ ഡിസൈനും വൈബ്രൻറ്റ് കളേഴ്സും ഇറ്റ് മേക്ക് ഇറ്റ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ജയ്പൂർ. പിന്നെ കുറേ മ്യൂസിയംസും അതുപോലെ തന്നെ ആർട്ട് വർക്ക്സും നമുക്ക് പാലസിൻ്റെ അകത്ത് കാണാൻ പറ്റും. 1500 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്. ബട്ട് കൊടുക്കണ പൈസയൊക്കെ വർത്താണ്. യു ക്യാൻ സീ ദി സീസൺ ഗേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിറ്റി പാലസ് എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലത്ത് വലിയ കൊട്ടാരങ്ങളും ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ തനിയെ പോയി ആ സ്ഥലം വിസിറ്റ് ചെയ്താൽ നമുക്ക് അതിൻ്റെ ആ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. കാരണം അതിന് കുറേ ചരിത്രപരമായ കുറേ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗൈഡിനെയും കൂടെ കൂട്ടിയായിരുന്നു. ഏകദേശം ഒരു 3 മണിക്കൂറോളം ആ ഒരു സിറ്റി ടൂർ ഉണ്ടായി. പുള്ളി ഓരോ സ്ഥലത്തേലും അതിനെക്കുറിച്ച് ഡിഫൈൻ ചെയ്ത് തരും. ഇപ്പോൾ വെപ്പൺസൊക്കെ ഷോക്കേസ് ചെയ്തിരിക്കുന്നൊരു പ്ലേസ് ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഈ വെപ്പൺസ് ഇന്ന ടൈമിൽ യൂസ് ചെയ്തതായിരുന്നു, ഇന്ന രാജാവിൻ്റെ കാലത്തായിരുന്നു. ലൈക്ക് അങ്ങനത്തെ നമുക്ക് പുള്ളി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്താ പറയുക, ആ സ്ഥലത്തിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. സമയം ഇപ്പോൾ ഓൾമോസ്റ്റ് വൈകിട്ടാവാറായി. പാലസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഐ സോ ദിസ് ബ്യൂട്ടിഫുൾ അനിമൽസ് ഡ്രസ്ഡ് അപ്പ് ഇൻ രാജസ്ഥാനി ട്രഡീഷണൽ വിയർ. നമ്മൾ അവരുടെ ആർട്ട് വർക്കിലൊക്കെ കാണുന്ന പോലെ ആ ഒരു മിഡീവിയൽ ടൈമിൽ അതേപോലെ ഡ്രസ് ലൈക്ക് ദിസ്, കളർഫുൾ മേക്കപ്സ് ആൻഡ് കളർഫുൾ ഡ്രസ്സസ്, എവറിത്തിങ് എന്താ പറയുക, അതിൻ്റെ ഒരു തനതായ ശൈലിയിൽ ആണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇതുപോലെ തന്നെ ക്യാമൽസും കുതിരയും എല്ലാം ഈ ഒരു സെയിം രാജസ്ഥാനി ഔട്ട്ഫിറ്റ്സിൽ അവിടെ സ്ട്രീറ്റ്സിൽ കാണാമായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്കാണ് ഐ സോ ദീസ് കിഡ്സ് ഡൂയിങ് വീലി ഇൻ ദ സ്ട്രീറ്റ്സ്. നമ്മൾ വീഡിയോ എടുക്കുക കണ്ടപ്പോൾ ഈ ചെക്കന്മാർ വീഡിയോ എടുത്തോ മര്യാദയ്ക്ക് വീൽ ചെയ്യാമെന്നും പറഞ്ഞ് ലൈക്ക് എനിക്ക് നിന്നൊക്കെ തന്നു, പോസൊക്കെ ചേർന്ന് ഫ്രെയിം അങ്ങനെയൊക്കെ ഇങ്ങനെ സെൻഡ് ചെയ്ത വീഡിയോ എന്നൊക്കെ പറഞ്ഞ്. എല്ലാ രാജസ്ഥാനി പിള്ളേരാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഹവാമഹലിൻ്റെ അടുത്തോട്ട് നടക്കാൻ തുടങ്ങി. പോകുന്ന വഴിയും ഫുൾ ഇതുപോലെ എന്താ പറയുക, എല്ലാ ബിൽഡിങ്ങും പഴയൊരു രാജഭരണകാലത്ത് നിലനിന്നിരുന്ന കെട്ടിടങ്ങളാണ്. അത് റെനോവേറ്റ് ചെയ്ത് ഇപ്പോൾ പല ബിൽഡിങ്സും ഇപ്പോൾ ഷോപ്സാണ്, അതുപോലെയുള്ള ഹോട്ടൽസും
ഒതൻറ്റിക് റെസ്റ്റോറൻറ്റ്സും ലൈക്ക് ഹെറിറ്റേജ് സൈറ്റ്സൊക്കെ ആയിട്ട് അവർ കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. രാജസ്ഥാനിലെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് ചെയ്തിരിക്കുന്ന ഇനിഷ്യേറ്റീവ്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് കമൻറ്റബിൾ ആൻഡ് ഐ റിയലി അപ്രീഷിയേറ്റ് വാട്ട് ദേ ആർ ഡൂയിങ്. ലൈക്ക് നമുക്ക് രാവിലെ കണ്ട ടൈപ്പ് ഒരു ഇതല്ല. ഇപ്പോൾ നൈറ്റിലെ വ്യൂ എന്ന് പറഞ്ഞാൽ ഫുള്ളി ടോട്ടലി ഡിഫറെൻ്റ് ആണ്. പാലസിൽ ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് ലൈക്ക് ഫ്രണ്ടിലുള്ള സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ബിസി. ആ ഒരു നൈറ്റിൽ കാണുന്ന വിഷ്വൽ തന്നെ ഭയങ്കര രസമുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ നമ്മൾ അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലോട്ട് പോയി. അവിടെ വെച്ച് 2 തൊടുപുഴക്കാരൊക്കെ ഉണ്ട്. എൻ്റെ അച്ഛൻ്റെയൊക്കെ പ്രായം കാണുന്ന 2 പേർക്ക് കാശ്മീർ പോയി ട്രിപ്പ് പോയിട്ട് തിരിച്ചു തന്നെ കഴിയാണ് 2 ആളും. അങ്ങനെ മെട്രോയും കയറി പുള്ളിനോടും കത്തി വെച്ചിരുന്നപ്പോഴേക്കും നമുക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പായി. അങ്ങനെ അവിടെ ഇറങ്ങി നേരെ റൂമിലോട്ട് വന്നു. അന്നത്തെ രാത്രിയിലെ ഫുഡും അവിടെ ധർമ്മശാലയുടെ അടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് കഴിച്ചത്. പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള പ്ലാനിങ് ആയിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ രാവിലെ തന്നെ സ്കൂട്ടർ എൻ്റെ അടുത്ത് നമ്മൾ നേരെ പത്രിക ഗേറ്റിലോട്ട് പോയി. പത്രിക ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, പണ്ടത്തെ ഒരു രാജാക്കന്മാരുണ്ടാക്കിയ കെട്ടിടങ്ങളൊന്നുമില്ല. ഈ അടുത്ത് അവിടുത്തെ ഗവൺമെൻറ് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു എന്താ പറയുക, ഒരു ബിൽഡിങ് അങ്ങനെ വേണമെങ്കിൽ പറയാം. ട്രഡീഷണൽ രാജസ്ഥാനി ആർക്കിടെക്ചർ അത് അതേപടി മെയിൻറ്റെയിൻ ചെയ്താണ് ഇവർ ഈ ബിൽഡിങ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ചെല്ലുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് തന്നെ ചെല്ലണം. ഞാൻ ഏർലി മോർണിംഗ് പ്രതീക്ഷിച്ചാണ് ജയ്പൂരിൽ നിന്ന് ഇറങ്ങിയതെങ്കിലും അവിടെ എത്തിയപ്പോഴേക്കും ഒരു 9 മണി അടുത്തായി. അപ്പോഴേക്കും വെയിലും വെച്ച് ലൈക്ക് അവിടെ എന്താ പറയുക കുറച്ച് ഭയങ്കര ബിസിയായി. നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എന്താ പറയുക നമുക്ക് സുഖമായിട്ട് ഫോട്ടോ എടുക്കാനും അതിനൊക്കെ നമുക്ക് സൗകര്യമായേനെ. ഇപ്പോഴെന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്ത് നിൽക്കണം. ആൾക്കാർ ഫോട്ടോ എടുത്തിട്ടിരിക്കണം അവിടെ. അവർ എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മളെടുക്കും. ഇപ്പം നമ്മളെടുക്കാൻ നിന്നാൽ തന്നെ ഇടക്കുന്ന ആരെങ്കിലും ഒക്കെ കയറി വരും, ഫ്രെയിമിൽ വരും, നമ്മളത് മിസ്സാവും. സോളോ ട്രാവൽ ചെയ്യുമ്പോഴുള്ള മെയിൻ ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ ഒന്നും എടുത്തു തരാൻ ആരും ഉണ്ടാകില്ല. അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്തേക്കണ ആരോടെങ്കിലും ഫോട്ടോ എടുത്ത് തരാമെന്ന് ചോദിക്കും. അപ്പോൾ അവരെടുത്ത് തരും. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു ട്രൈപോഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ട്രൈപോഡ് വെച്ചിട്ട് ഞാൻ തന്നെ ടൈമർ സെറ്റ് ചെയ്ത് ലൈക്ക് അങ്ങനെയൊക്കെയാണ് ഞാൻ ഫോട്ടോയും വീഡിയോസൊക്കെ ഈ ഒരു ട്രിപ്പിൽ മൊത്തത്തിലെടുത്ത്. അപ്പോൾ ഈ പത്രക്കേറ്റ് വന്നപ്പോൾ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ഈ ഒരു പയ്യനുണ്ടായി. അവനവിടെ നൈസായിട്ട് അവൻ ഫോട്ടോ എടുത്തിട്ടിരിക്കണമായിരുന്നു. ഞാൻ പോയി നൈസായിട്ട് ചോദിച്ചു, മാൻ നമുക്ക് ഒരു ഫോട്ടോ എടുത്ത് തരാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു കഴിയുമ്പോൾ വിത്തോട്ട് ഹെസിറ്റേഷൻ പുള്ളി എൻ്റെ ഒപ്പം ലൈക്ക് എനിക്ക് ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടിയിട്ട് വന്നു. ഇയാളുടെ വീട് ഡെറാഡൂണിലാണ്. ഫർഹാൻ എന്നാണ് പേര്. പുള്ളി എന്തോ മെഡിക്കൽ കോൺഫറൻസിനായിട്ട് ഇവിടെ വന്നേക്കണേ. മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് പുള്ളി. അപ്പോൾ അതിൻ്റെ കോൺഫറൻസ് ബന്ധപ്പെട്ട് എന്തോ ജയ്പൂരിൽ വന്നേക്കാണ് ഫ്രണ്ട്സായിട്ട്. പിന്നീട് അങ്ങോട്ട് ഫുൾ ഡേ എൻ്റെ ഇപ്പോൾ ഒരു പേഴ്സണൽ ഫോട്ടോഗ്രാഫർ എന്നുള്ള രീതിയിൽ ഈ പയ്യനുണ്ടായി. എനിക്കൊരു മാതിരി ലോട്ടറി അടിച്ച പോലെയായിരുന്നു. അറിയാമല്ല, ക്യാമറ കണ്ടാൽ പിന്നെ എനിക്ക് ഭ്രാന്താണ്. എന്നെയൊക്കെ സഹിച്ചതിന് ബിഗ് താങ്ക്സ്. പുതിയ കുറേ ഗേറ്റിൻ്റെ പണികൾ നടക്കാനുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറേ പിക്ക് കൊടുത്ത് പിന്നെ രാജസ്ഥാൻ സ്പെഷ്യൽ ഫുഡ് ആണെന്ന് പറഞ്ഞ് ഇവൻ എന്നെ എന്തൊക്കെയോ കടയിൽ കൊണ്ടുപോയി. അതൊക്കെ ഫുഡൊക്കെ മേടിച്ചു തന്നു. പിന്നെ അവിടെ നിന്ന് നേരെ അമീർ ഫോർട്ടിലോട്ടാണ് പോയത്. ആംബർ ഫോർട്ട് എന്ന് പറയും. ജയ്പൂരിൽ നിന്ന് 11 കിലോമീറ്റർ മാറിയാണ് ഈ പറഞ്ഞ സ്ഥലം. 16-ാം നൂറ്റാണ്ടിൽ രാജാ മാൻസിംഗ് ആണ് ഈ പറഞ്ഞ ഒരു ഫോർട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. റെഡ് സ്റ്റോണും മാർബിൾ സ്റ്റോണും ഒക്കെ കൊണ്ടാണ് ഈ ഫോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് യു ക്യാൻ എൻജോയ് ദി എലിഫൻറ്റ് റൈഡ്സ് അപ്പ് ദി എൻട്രൻസ്. ഞാൻ നടന്നാണ് പോയത്. You can see local Rajasthani artists playing the folk musics. If you are lucky enough, you will find guys. Like I met this amazing guy. പുള്ളിയുടെ ആ ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നതും പാട്ടും ലൈക്ക് നമുക്കൊരു എന്താ പറയുക പ്യുവർ ഗ്യൂസ് ബംസ് ആയിരുന്നു. ലൈക്ക് ഭയങ്കര രസമായിരുന്നു കേൾക്കാൻ. ആ ഒരു ഈവനിങ് ടൈമിൽ എന്താ പറയുക ചൂടൊക്കെ കുറഞ്ഞു വരുന്ന ടൈമിൽ റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ടൈപ്പ് ഓഫ് മ്യൂസിക് ആയിരുന്നു അവരുടെ ഇതിൽ. ആംബർ ഫോർട്ടിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കുറേ സ്ഥലമുണ്ട്. ഇതിലും എന്താ പറയുക കുറേ ഫോർട്ട് ഉണ്ട്, കൊത്തുപണികളുണ്ട്. ലൈക്ക് നമ്മൾ ഇപ്പം ജീവിക്കുന്നത് 21-ാം നൂറ്റാണ്ടിലാണ്. ഒരു 5 നൂറ്റാണ്ട് മുമ്പ് എങ്ങനെയായിരുന്നു ലൈക്ക് പാലസ് എങ്ങനെയായിരുന്നു എന്നിട്ടുള്ള രീതി നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഒരു ഐഡിയ ഉണ്ടാവും. ഇപ്പോൾ അവരുടെ ഡൈനിങ് റൂം എങ്ങനെയാണ്, ലിവിങ് റൂം എങ്ങനെയാണ്, ബാത്റൂം എങ്ങനെയാണ്, ടോയ്ലറ്റ് എങ്ങനെയാണ്, ലൈക്ക് അങ്ങനെ ഫോർട്ടിൻ്റെ മേളിലൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന രീതിയൊക്കെ കാണും. പിന്നെ അതുപോലെ തന്നെ കോട്ടകൾ, ഹൗ ദേ ഡിഫെൻഡ് ദി എനിമീസ്. ലൈക്ക് ഈ ഒരു ആംബർ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലയുടെ ലൈക്ക് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കിയിട്ടാണ്. മലയുടെ ഒരു താഴ്വാരം എന്ന് പറയാൻ പറ്റില്ല, മലയോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു ഫോർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോഴെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് യുദ്ധം വരുവാണെങ്കിൽ ഈ ഫോർട്ടിലുള്ള ആൾക്കാർക്ക് അതൊരു അഡ്വാൻറ്റേജാണ്. അങ്ങനെ ഫോർട്ടും കണ്ട് നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് ഈ ചേട്ടൻ വന്നിട്ട് നമുക്ക് രാജസ്ഥാനി ഡ്രസ്സ് വിളിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോകാമെന്നും പറഞ്ഞ് വിളിച്ചത്. നമ്മൾ എന്നിട്ട് പുള്ളിയുടെ ജീപ്പിലും കയറി ആ ഒരു പ്ലേസിൽ പോയി. ഫോട്ടോയുടെ അടുത്ത് തന്നെയാണ്. അവിടെ ലോക്കൽ ആർട്ടിസ്റ്റുകൾ ഉണ്ടാക്കുന്ന ട്രഡീഷണൽ രാജസ്ഥാനി ഡ്രസ്സാണ്. ഫർഹാൻ അതിൽ നിന്ന് എന്തൊക്കെയോ മേടിക്കാനുണ്ടായി. പിന്നെ ടൈം ഓൾമോസ്റ്റ് 5 ആവാറായി. അവനാണെങ്കിൽ അവിടെ നിന്ന് നേരെ വേറെ ഏതോ ഒഴിക്കാൻ പോകുന്നുണ്ട്. ഞാനപ്പോൾ അവനോടും ബൈ പറഞ്ഞ് എനിക്കാണെങ്കിൽ അന്നത്തെ ദിവസം ഒരു സൺസെറ്റ് കാണണമെന്നുണ്ടായി. നമ്മൾ അവിടെ നിന്ന് നേരെ നമ്മൾ റെൻറ്റിനെടുത്ത് സ്കൂട്ടറിൽ നഹർഗാൻ ഫോർട്ട് കാണാൻ പോയി. പക്ഷേ എന്താ പറയുക
ഞാൻ ഇറങ്ങിയപ്പോഴേക്കും നമ്മൾ ആംബർ ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ 5-5:15 അവിടെ സൺസെറ്റൊക്കെ കുറച്ച് നേരത്തെ ആവും. 6 മണിക്ക് മുമ്പ് തന്നെ സാധനം സെറ്റാവും. ഞാൻ വണ്ടി എടുത്ത് പോയിട്ട് എത്ര പോയിട്ട് നമുക്ക് എന്താ പറയുക സൺസെറ്റ് കാണാൻ പറ്റില്ല. ഫോർട്ട് എത്തിയില്ല, ഫോർട്ടിലോട്ട് നല്ല ദൂരം ഉണ്ടായി. എന്ന് വെച്ചാൽ നോർമൽ ഞാൻ ജയ്പൂരിൽ നിന്ന് ആംബർ ഫോർട്ടിലോട്ട് വന്ന ടൈപ്പ് ഒരു റോഡല്ലായിരുന്നു. ഇടുങ്ങിയ വഴിയും എന്താ പറയുക ചുറ്റിനും കാടെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി നമ്മുടെ കേരളത്തിലുള്ള പോലത്തെ കാടല്ല, എന്താ പറയുക ഡെസേർട്ടിലുള്ള പോലത്തെ ഒരു കാട്. അങ്ങനത്തെ ടൈപ്പ് പ്ലാന്റ്സും ട്രീസൊക്കെ ആയിട്ട് റോക്ക് സറൗണ്ടിങ്സ് ഒക്കെ ആയിട്ട് ഡ്രൈ അങ്ങനത്തെ ഒരു പ്ലേസ്. അവിടെയാണെങ്കിൽ സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, ആകെ ഇരുണ്ട് തുടങ്ങി, ആൾക്കാരും റെയറായിട്ടേ ഉള്ളൂ. അങ്ങനെ നെഹർഗാൻ ഫോർട്ടിൽ എൻട്രി ഫീ എല്ലാം കൊടുത്ത് നമ്മൾ അകത്തോട്ട് കയറി. അകത്ത് പോയിട്ട് എന്താ പറയുക നമ്മൾ ഒരു മണിക്കൂർ മുമ്പ് എന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ലാൻഡ്സ്കേപ്പ് എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാമായിരുന്നു. നമ്മൾ ഗ്രേറ്റ് വാൾ ഓഫ് ചൈനയൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഒരു വാൾ ഈ ഒരു ഫോർട്ടിലുണ്ട്. ആ മൗണ്ടെയിനോട് ചേർന്ന്, മൗണ്ടെയിൻ്റെ ടോപ്പിനോട് ചേർന്ന് ഇവർ അങ്ങനത്തെ ഒരു ടൈപ്പ് ആർക്കിടെക്ചറാണ് അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളപ്പോൾ ഈവനിങ് ടൈമിലൊക്കെ വന്നുവെച്ചെങ്കിൽ നല്ല രീതിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ രാത്രി വന്നിട്ട് ഒന്നുമില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് നേരെ നമ്മുടെ റൂമിലോട്ട് പോയി. പോണ വഴിക്ക് ജൽമഹലും കാണാമായിരുന്നു. അവിടെയുള്ള ഒരു ലേക്കിൻ്റെ നടുവിലായിട്ട് വരുന്നൊരു ഫോർട്ട്, ഒരു ബിൽഡിങ്, ഐ ഡോണ്ട് നോ. അതും കണ്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. നാളെ രാവിലെ തന്നെ ജോധ്പൂരിലോട്ട് പോകണം. വേറെ പ്ലാനൊന്നുമില്ല. ഇന്ന് റൂമിൽ ചെന്നിട്ട് വേണം ബാക്കി പ്ലാനിങ് എല്ലാം ചെയ്യാൻ. യാത്രകൾ തുടരുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.